നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾക്കായുള്ള സിപിഐയുടെ നേതൃയോഗം ഇന്നും തുടരും. സിപിഐ മത്സരിക്കുന്ന 25 സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ചർച്ച നടക്കും. ഒപ്പം SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള വിശദമായ ചർച്ച ഇന്നും ഉണ്ടായേക്കും. വിവരങ്ങൾ നൽകാൻ MS വീണ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. വീണ, ഗുഡ് മോർണിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, അതിന്റെ തയ്യാറെടുപ്പുകൾക്ക് ഇങ്ങനെ ഒരുങ്ങുകയാണ് മുന്നണികൾ. സംസ്ഥാന സർക്കാരിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടിയാണ് ഈ സംസ്ഥാന സർക്കാർ നേരിട്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാന മുന്നണിയായ CPIക്കും ഇത് നിർണായകമാണ്. ഈ CPI സംസ്ഥാന നേതൃയോഗത്തിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാകും പ്രധാനമായും ചർച്ചയാവുക വീണ? ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളാപ്പള്ളി നടേശനെ അനുനയിപ്പിക്കുക എന്ന കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെയൊക്കെ കണ്ടപ്പോൾ CPIക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി ഉന്നയിച്ചത്. അപ്പോൾ അങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന വെള്ളാപ്പള്ളിയെ എങ്ങനെ അനുനയിപ്പിക്കാനാകും ഈ CPIയുടെ ശ്രമം വീണ? അശ്വതി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPI ഏറ്റവും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ താരതമ്യം ചെയ്യുന്നുണ്ട്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ റിപ്പോർട്ടുകളടക്കം വിശദമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്നുള്ളതാണ് CPMന്റെ വിലയിരുത്തൽ. അതുമായി ബന്ധപ്പെട്ടുള്ള പരസ്യ പ്രസ്താവനകൾക്കും ചർച്ചകളിലുമൊക്കെ പാർട്ടി കടക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിലും, അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇതുമായി സംബന്ധിച്ച്, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ നടത്തണം. CPI മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ നിശ്ചയിച്ചിരിക്കുന്ന 25 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്തണം. CPIയുടെ 4 മന്ത്രിമാരും മത്സരിക്കണം എന്നുള്ള കാര്യം കൂടി ഇതിൽ ഉയർന്നിരുന്നു, ആ യോഗത്തിൽ ഉയർന്നിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇന്ന് എക്സിക്യൂട്ടീവ് യോഗമാണ് ചേരുന്നത്. ഈ യോഗത്തിലും ഇതേ വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കും. സ്ഥാനാർത്ഥി സംബന്ധം, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും തകൃതിയായിട്ടുള്ള, അതായത് തിരിച്ചുപിടിക്കുവാനുള്ള, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സീറ്റുകൾ തിരിച്ചുപിടിക്കുവാനുള്ള, പിന്നോട്ടടിച്ച വാർഡുകൾ, അതുപോലെ തന്നെ മണ്ഡലങ്ങൾ, അത് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഏകോപനം നൽകണം. അതുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ പ്രവർത്തനം നടത്തണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ഉയർന്നിരുന്നു. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ CPIക്കെതിരെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, അതുപോലെ തന്നെ പരസ്യ പ്രസ്താവനകൾ, അത് ഗൗനിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉയരുമ്പോൾ അത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളൊരു ഭയം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ വരികയാണെങ്കിൽ അതിൽ പ്രതികരിക്കാതെ, അതിൽ ഗൗനിക്കാതെ മുമ്പോട്ട് പോകണമെന്നുള്ളൊരു ധാരണയിലാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ധാരണയായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട AK ബാലൻ നടത്തിയ പ്രസ്താവന, അതും CPIക്ക് അതിലൊരു വിരുദ്ധ നിലപാടാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇന്ന് നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉണ്ടാകും. തങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ കൃത്യമായും CPMനെയും അറിയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കവർച്ചയിലുണ്ടായ തിരിച്ചടി, അതിൽ നിന്ന് കരകയറുവാൻ പാർട്ടി ശ്രമിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് ഉയരുന്നത്. പ്രാദേശിക തലത്തിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകളിലടക്കം പാർട്ടിയെ പിന്നോട്ടടിച്ച കാരണങ്ങളിലൊന്ന് അതാണ്. അതിനാൽ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അനാവശ്യ പ്രസ്താവനകൾക്കോ വിവാദങ്ങൾക്കോ തലവയ്ക്കാതെ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതിച്ഛായ അത് തിരിച്ചു പിടിച്ചുകൊണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോട്ടിറങ്ങണമെന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചർച്ചകൾ ഇന്നും തുടരുകയും ചെയ്യും. അശ്വതി. ശരി വീണ, വ്യക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾക്കുള്ള ആ ഒരു CPI നേതൃയോഗം ഇന്നും തുടരുകയാണ്. CPI മത്സരിക്കുന്ന 25 സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ചർച്ചയും ഇന്ന് നടക്കും. ഒപ്പം SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ എങ്ങനെ അനുനയിപ്പിക്കണം, ഇക്കാര്യത്തിലൊക്കെ ഇന്നാകും തീരുമാനമെടുക്കുക. CPI വീണയാണ് വിവരങ്ങൾ നൽകിയത്.